അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയ്ക്കല്ലേ, എന്തെങ്കിലും നേരം പോക്കൊക്കെ വേണ്ടേ? നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ നിയമങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പഴയ ആൾക്കാർ പറഞ്ഞു തന്നത്, അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കതിന് വിവരം മനസ്സിലാവണം. ഓരോ രാജ്യത്തും ജീവിക്കാൻ വേണ്ടി എന്താ പറയുക, പ്രകൃതി കനിഞ്ഞു കൊടുത്തിട്ടുള്ള തണുപ്പ്, ചൂട്, ഇതിനനുസരിച്ച് ഇടാനുള്ള സൂട്ട്, കോട്ട്, ഇനി അതല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം, ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ചങ്ങായി കണ്ട, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 15 മിനിറ്റ് എടുക്കുന്നുണ്ട് ഈ സംഭവമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഏറ്റവും അവസാനം അവൻ്റെ താടിയും അതിൻ്റെ മുടിയും ഒക്കെ കൂടി വേണമെങ്കിൽ ചെല്ലുമ്പോണ്ടല്ലോ എല്ലാവർക്കും തൃപ്തിയായി. ഇതിപ്പോൾ തണുപ്പിനെ നേരിടാൻ പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗം ഞാൻ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് ആരും ഇത് ഫോളോ ചെയ്യൊന്നും വേണ്ട. അത് മദ്യപാനം നല്ലൊരു സംഭവമല്ല. എന്നിരുന്നാലും ഇങ്ങനത്തെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറം രാജ്യങ്ങളിൽ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈഫൽ ഗോപുരത്തിൻ്റെ അടിയിലായിപ്പോൾ, അടിവശമാണ് ഈ കാണുന്നത്. അകന്ന് നോക്കുമ്പോൾ കുറ്റിയടിച്ചമാതിരി സാധനം കണ്ടിരുന്നത്. എത്രയാണ് സ്ഥലങ്ങൾ ഇതിനകത്ത് ബാക്കിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അളവൊക്കെ മാറിയിട്ടോ. ഇതൊരു വലിയ ഫുട്ബോൾ കോർട്ടിൻ്റെ അത്ര സ്ഥലമുണ്ട് ഇതിൻ്റെ അടിവശം മാത്രം. ജാഥ പോലെ ആൾക്കാർ വരണം. എല്ലാവരും മുടി നനച്ചിട്ടുണ്ട്. എന്താണാവോ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, വലിയ തിരക്കില്ല. ഒരു സൈക്കിൾ കൂട്ടം പോണ പോക്കണ്ട. ഇപ്പോൾ പില്ലർ EST പില്ലറിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിൻ്റെ അകത്ത് കൂടെ കയറി ടിക്കറ്റ് എടുത്ത് ഒച്ചെഴുന്ന പോലെ എഴിഞ്ഞ് പോകുന്ന ഒരു ചെറിയ ലിഫ്റ്റ് ഉണ്ട്. ചെറുതാവില്ല, ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നു, സംഭവം വലുതായിരിക്കും. കണ്ട, അവിടെ 2-3 തരം ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് നടന്ന് പോവാം, പകുതി വഴിക്ക് നടന്ന് പോവാം, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ലിഫ്റ്റിൽ തന്നെ പോവാം. നടന്ന് കയറി പണിക്ക് പോയ വരിയാവും. കാരണം ഒരു 3 ദിവസം പിടിക്കും. മൊത്തത്തിലൊരു വിസ്മയാണ്. എവിടെ നോക്കിയാലും കാണാൻ എന്തെങ്കിലുമൊക്കെ കാണാനില്ലാത്ത സ്ഥലമില്ല. €35 കൊടുക്കണം ഒരാൾക്ക് ലിഫ്റ്റിൽ കയറി പോണെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കയറി പോകാമെന്ന് വെച്ചോ, നമ്മളെ അധ്വാനം കൊണ്ട്, അപ്പോഴും കൊടുക്കണം 15. കാശ് തന്നെ കാശ്, ബിസിനസ് തന്നെ ബിസിനസ്. കണ്ട, ഫ്രാൻസിലെ പ്രാവുകളൊക്കെ നമ്മൾ മലയാളികളോട് കൂടി പിള്ളേർ ചിപ്സ് വരുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെന്താ